ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേസ് മാർക്കറ്റിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ IT സെക്ടറിന്റെ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ പല ഗ്ലോബൽ മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതും ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടാണ് എഫക്ട് ചെയ്തത്. ഇന്ന് സെൻസെക്സ് ഏകദേശം 329 പോയിന്റ് അപ്പായി 35,171 ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി ഏകദേശം 94 പോയിന്റ് അപ്പായി 10,383 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി ബാങ്ക് ഏകദേശം 85 പോയിന്റ് അപ്പായി 21,592 മിഡ് ക്യാപ് 2.80 പോയിന്റ് അപ്പായി 4,171 ക്ലോസ് ചെയ്തത്. ഇൻഫോസിസ്, HDFC ബാങ്ക്, അതുപോലെ TCS, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. ITC, കോട്ടക് ബാങ്ക്, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. IT സ്റ്റോക്കിൽ ഇന്നൊരു അപ്പ് മൂവ് കണ്ടിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്നത് ആക്സെഞ്ചർ ഇന്ന് അവരുടെ Q3 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഒരു നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് IT ഇൻഡെക്സിൽ ഒരു ഉണർവ് ദൃശ്യമായത്. ഇന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി IT തന്നെയായിരുന്നു. വലിയ അപ് ട്രെൻഡ് തന്നെയായിരുന്നു IT ഇൻഡെക്സിൽ ഇന്ന് കണ്ടത്. ഏകദേശം 4% അപ്പായിട്ടാണ് IT നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി PSU ബാങ്കും നിഫ്റ്റി മെറ്റലും ഹൈ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് അശോക് ലേലൻഡ് ഷെയറുകൾ 1.87% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ എന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. കാരണം അവരുടെ റിസൾട്ട് ഇത്തവണ 57 കോടിയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. പ്രീവിയസ് ഇയറിൽ അത് 653 കോടി രൂപ പ്രോഫിറ്റ് ആയിരുന്നു. അവരുടെ റവന്യൂവിലും വലിയ ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 3,872 കോടിയാണ് അവരുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. ഇന്നത്തെ ഹൈയിൽ നിന്ന് ഏകദേശം 4% ഡൗൺ ആയാണ് ഷെയർ ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലും ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. ഇന്ന് UCO ബാങ്ക് ഷെയറുകളിൽ 16% റാലി നടന്നിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്നത് അവരുടെ റിസൾട്ട് ആയിരുന്നു. അവർ ഇന്ന് നല്ല റിസൾട്ട് തന്നെയായിരുന്നു പബ്ലിഷ് ചെയ്തത്. ഏകദേശം 16 കോടിയോളം പ്രോഫിറ്റ് ആണ് ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. ലാസ്റ്റ് ഇയർ ഇതേ ക്വാർട്ടറിൽ അവരുടെ ലോസസ് ഏകദേശം 1,500 കോടിയുടെ മുകളിലായിരുന്നു. അതുപോലെ ഈ ബാങ്കിന്റെ ഗ്രോസ് NPA ഒരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. അതും ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്തത്. IRCT ഷെയറുകളിലും ഇന്ന് പ്രഷർ കണ്ടിരുന്നു. അതിന്റെ കാരണം അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നിരുന്നു. ഏപ്രിൽ ജൂൺ മാസത്തിലെ ലോക്ക്ഡൌൺ അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ സാരമായി ബാധിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ഏകദേശം 2.13% ഡൗൺ ആയിട്ടാണ് IRCTC ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് ആന്ധ്ര പേപ്പർ ഷെയർസ് ഏകദേശം 7.30% അപ് ട്രെൻഡിലായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്നത് അവരുടെ നോൺ റീറ്റെയിൽ സെഗ്മെന്റ് സെൽ ചെയ്യാനുള്ള ഒരു OFC പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ഹൈക്ക് സംഭവിച്ചത്. PNC ഇൻഫ്രാ ഷെയറുകളിൽ ഇന്നൊരു ഉണർവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്നത് അവർക്ക് NHAയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 1,412 കോടിയുടെ പ്രോജക്റ്റ് ആണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മോർണിംഗ് സെഷനിൽ ഏകദേശം 16% റാലി ഈ സ്റ്റോക്ക് കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 4.90% അപ്പിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് HUL സ്റ്റോക്കിൽ ഒരു പ്രഷർ വിസിബിൾ ആയിരുന്നു. അതിന്റെ കാരണം അവർ ഗ്ലെൻമാർക്ക് ഫാർമയിൽ നിന്ന് വിവാഷിന്റെ അക്വസിഷൻ പൂർത്തീകരിച്ചിരുന്നു. അതുപോലെ ഗ്ലെൻമാർക്ക് ഫാർമയുടെ ഷെയറുകളിൽ ഇന്നൊരു റാലി ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്നത് അവരുടെ വുമൻസ് ബ്രാൻഡായ വിവാഷ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് കൈമാറിയിരുന്നു. അതാണ് ഈ ഒരു പോസിറ്റീവ് ട്രെൻഡിനുള്ള കാരണമായത്. ITC സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്നത് അവരുടെ റിസൾട്ട് ഇന്ന് വരാനിരിക്കുന്നുണ്ട്. മിക്സഡ് ഒപ്പീനിയൻ ആണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും കോൺഷ്യസ് അപ്രോച്ച് ആയിരുന്നു ഈ സ്റ്റോക്കിൽ എടുത്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമാവാനുള്ള പ്രധാന കാരണം. ഏകദേശം 3.41% ഡൗൺ ആയിട്ടാണ് ഇന്ന് ITC ക്ലോസ് ചെയ്തത്. വേദാന്ത സ്റ്റോക്കുകളിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്നത് ഡീലിസ്റ്റിംഗിന് വേണ്ടി ഷെയർ ഹോൾഡേഴ്സിന് നോഡ് ലഭിച്ചിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ കണ്ടത്. കോൾട്ടെ പാട്ടിൽ സ്റ്റോക്കുകൾ ഷെയറുകൾ ഇന്ന് ഏകദേശം 1.59% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളിലും ഇന്നൊരു വലിയൊരു ഫ്ലക്ച്വേഷൻ തന്നെ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്നത് അവരുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. ഏകദേശം 6 കോടി രൂപയോളമായിരുന്നു ലോസ് റിപ്പോർട്ട് ചെയ്തത്. പ്രീവിയസ് ഇതേ ക്വാർട്ടറിൽ അത് 40 കോടി പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ മാനേജ്മെന്റ് പറയുന്നത് സെയിൽസ് കൊറോണ കാരണം കുറഞ്ഞത് ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാർക്കറ്റിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. അതാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു അപ്പ് മൂവ് കണ്ടത്. കോൾ ഇന്ത്യ സ്റ്റോക്കുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്നത് അവരുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. കോൾ ഇന്ത്യയുടെ റിസൾട്ട് എന്നത് പ്രോഫിറ്റ് ഏകദേശം 23% ഡൗൺ ആയിട്ടുണ്ട്. 4,653 കോടിയാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂ 3.6% കുറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ വോളിയത്തിൽ 10% ഒരു വർധനവുണ്ട്. ഇന്ന് സ്റ്റാർലിംഗ് ആൻഡ് വിൽസൺ ഷെയറുകളിൽ ഏകദേശം 5% ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്നത് അവരുടെ സബ്സിഡറിക്ക് US ഏകദേശം 747 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു ജമ്പ് കണ്ടത്. കാംലിൻ ഫൈൻ സയൻസിന്റെ സ്റ്റോക്കുകളിൽ ഇന്ന് 10% അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്നത് ഏകദേശം 180 കോടി രൂപയോളം അവർ ഫണ്ട് റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മെക്സിക്കോയിലെയും ചൈനയിലെയും സബ്സിഡറിയിൽ കൂടുതൽ ഷെയർസ് വാങ്ങിക്കുന്നതിനാണ് ഈ ഒരു ഫണ്ട് റൈസിംഗ്. അത് ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഷെയറുകളിൽ ഇന്നൊരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നു.
അതിന്റെ റീസൺ എന്നത് ഇന്ത്യയിൽ 20 കോൺസിക്യൂട്ടീവ് ഡേയ്സായി ഓയിൽ ആൻഡ് ഗ്യാസ് റേറ്റ് വർദ്ധിക്കുന്നുണ്ട്. അത് ഈ സ്റ്റോക്കിന് ഇന്ന് പോസിറ്റീവായിട്ടാണ് എഫക്ട് ചെയ്തത്. ടാറ്റ മോട്ടോഴ്സ് ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അവരുടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ഒരു പുതിയ പാർട്ട്ണർഷിപ്പിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പല കമ്പനികളുമായി അവർ ടോക്കിലുണ്ടായിരുന്നു. ചൈനീസ് കമ്പനികളും ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ബോർഡർ ടെൻഷൻ കാരണം അവർ ആ ചർച്ച ഹോൾഡ് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായിരുന്നു ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു പ്രഷർ ഉണ്ടാവാനുള്ള മേജർ റീസൺ. എൻഡ്യൂറൻസ് ടെക് ഷെയറുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അവരുടെ ഗുഡ് റിസൾട്ട് ആയിരുന്നു അതിന്റെ റീസൺ. ഏകദേശം 19% അവരുടെ പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് സ്റ്റോക്കിൽ ഏകദേശം 2.39% ഒരു വർധനവുണ്ടായിരുന്നു. അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കിലും ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. ഓവറോൾ ബാങ്കിംഗ് സെക്ടറിലെ പോസിറ്റീവ് കാരണമായിരുന്നു ഈ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായത്. അതുപോലെ ഇന്ന് അദാനി പവറിൽ 5% ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള പ്രധാന കാരണം എന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു. കാരണം സ്റ്റോക്ക് ഏകദേശം 49 എന്ന ലെവലിൽ നിന്നാണ് ഇത്രയും ഹൈ റിട്ടേൺ നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ നടന്നിരുന്നു. അതുപോലെ ലോക്ക്ഡൌൺ കാരണം പവറിന്റെ കോസ്റ്റിൽ വന്ന റിഡക്ഷൻ ഈ കമ്പനി അടക്കമുള്ള പവർ സെക്ടറിനെ ബാധിക്കും എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതും ഈ സ്റ്റോക്കിനെ ഇന്ന് നെഗറ്റീവായാണ് എഫക്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഷെയർ മാർക്കറ്റിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായി നാളെ കാണാം.